Guys, welcome back to another video. So, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് how to make money from YouTube part 2. അതെ, ഇത് വീഡിയോയുടെ part 2 ആണ്. Part 1 കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിലോട്ട് പോവുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആൻഡ് കണ്ടിട്ട് വരിക. ആ വീഡിയോ നിങ്ങൾക്ക് വളരെ 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 യൂസ്ഫുൾ ആയിരിക്കും. അതിനകത്ത് ഞാൻ ഓരോ ടിപ്സും കാര്യങ്ങളും എങ്ങനെ വീഡിയോ ഇടണം, എന്താണ് യൂട്യൂബ്, എങ്ങനെയാണ് യൂട്യൂബ് പേ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ക്യാഷ് കിട്ടാത്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ജസ്റ്റ് പോയി കണ്ടിട്ട് വരിക. ആൻഡ് കണ്ടിട്ട് വന്ന ശേഷം മാത്രമേ വീഡിയോ കാണുക. സോ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആൻഡ് നമുക്ക് ഇന്ന് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ കണ്ട ശേഷം അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ പ്ലീസ് ഇവിടെ വെച്ച് തന്നെ വീഡിയോ കാണുന്നത് നിർത്തുക. നിങ്ങൾ ഈ വീഡിയോ മുന്നോട്ട് പോവുകയും ചെയ്യരുത്. കാരണം ഞാൻ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നാണ്. ഇപ്പോൾ നമുക്കൊരു വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ തന്നെ എത്ര മാസം നമുക്ക് സമയം വേണം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണം, അതിനകത്ത് എന്തൊക്കെ നമ്മൾ ഇടണം എന്നൊക്കെ നമുക്ക് അറിയാം. സോ അതുപോലെ തന്നെയാണ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇട്ടു, ഓവർനൈറ്റ് സക്സസ്, അതായത് 1-2 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ 1-2 ദിവസം കൊണ്ട് ലക്ഷങ്ങളും കോടികളും ഒക്കെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് വളരെ 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 വലിയൊരു തെറ്റാണ്. കാരണം എത്ര വലിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിക്കോട്ടെ, എത്ര വലിയ വലിയ ആൾക്കാരോട്ടെ, അവരുടെ അടുത്തൊക്കെ നിങ്ങൾ ചോദിച്ചപ്പോൾ മനസ്സിലാവും, ഒരു 90% ആൾക്കാരും വളരെ കഷ്ടപ്പെട്ട് യൂട്യൂബ് താഴെ നിന്ന് ബിൽഡ് ചെയ്ത് വന്നവരാണ്. അല്ലാണ്ട് ഒരു ദിവസം കൊണ്ട് ഒരിക്കലും നമുക്ക് എത്താൻ പറ്റില്ല. നമ്മൾ കേട്ടില്ല, റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. അതുപോലെ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. യു ഹാവ് ടു ഹാവ് പേഷ്യൻസ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ പേഷ്യൻസ് വേണം. നിങ്ങൾ അതുപോലെ തന്നെ പതിയെ 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 മാത്രമേ നമുക്ക് യൂട്യൂബ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു കാര്യം ആദ്യമേ മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ യൂട്യൂബിനെ കുറിച്ച് നമുക്ക് യൂട്യൂബിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്ന് പഠിക്കുന്നതിനൊക്കെ മുന്നേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് യൂട്യൂബ്? യൂട്യൂബ് എന്ന് പറയുന്ന ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ അല്ല. യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അല്ല. യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ബിസിനസ് ഓറിയന്റഡ് ഓർഗനൈസേഷൻ ആണ്. അതെ, യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. നമുക്കിപ്പോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് യൂട്യൂബ് ക്യാഷ് തരുന്നുണ്ട്. അപ്പോൾ പലർക്കും ചിന്തയുണ്ട്, ഓക്കെ യൂട്യൂബ് വളരെ വലിയൊരു കാര്യമാണ് തരുന്നത്. ഓഫ് കോഴ്സ് യൂട്യൂബ് വലിയ കാര്യമാണ് ചെയ്യുന്നത്, ഇല്ലാന്നല്ല. ബട്ട് ഈ പറയുന്ന ഒരു സംഭവം, അതായത് യൂട്യൂബ് തുടങ്ങിയ സമയത്തുള്ള യൂട്യൂബിന്റെ അസറ്റ് വാല്യൂ, ഇപ്പോഴുള്ള യൂട്യൂബിന്റെ അസറ്റ് വാല്യൂ, ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും. യൂട്യൂബ് വളരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അതിനകത്ത് വീഡിയോസ് ഇടും. നമ്മുടെ ഒരു യൂസേജ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പോപ്പുലാരിറ്റി, നമ്മളാണ് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ ഇത്രയും പോപ്പുലർ ആക്കിയത്. ആൻഡ് ഈ പറയുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒരുപാട് വളർന്നു. യൂട്യൂബ് ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും പേ ചെയ്തു. യൂട്യൂബ് ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വളർത്തിയെടുത്തു. അതിന്റെ കൂടെ തന്നെ പാരലായിട്ട് യൂട്യൂബും വളർന്നു. സോ യൂട്യൂബ് വളർന്നത് യൂട്യൂബ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വളർന്നത് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കഴിവുകൊണ്ടാണ്. സോ ഇവിടെ മ്യൂച്വലി രണ്ട് പാർട്ടിക്കാർ, അതായത് കണ്ടന്റ് ക്രിയേറ്റേഴ്സും യൂട്യൂബും ഒരുമിച്ച് വളർന്ന അല്ലെങ്കിൽ ഒരുമിച്ച് ബിൽഡ് ചെയ്ത ഒരു വലിയൊരു ഓർഗനൈസേഷനാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. സോ യൂട്യൂബ്, ഞാൻ പറഞ്ഞു, യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഒരിക്കലും യൂട്യൂബ് ഈ പറയുന്ന എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ക്യാഷ് കൊടുക്കത്തില്ല. നമുക്കറിയാം, ഇപ്പോൾ യൂട്യൂബിനകത്ത് വീഡിയോസ് ഇട്ട് ക്യാഷ് ഉണ്ടാക്കുന്നതിനേക്കാളും വീഡിയോസ് ഇട്ട് ക്യാഷ് ഉണ്ടാക്കാത്തവരാണ് കൂടുതൽ. എന്നാൽ ഈ പറയുന്ന ക്യാഷ് കിട്ടാത്ത അല്ലെങ്കിൽ മോണിറ്റൈസ് ആവാത്ത ചാനൽസിലെ വീഡിയോസ് ആൾക്കാർ കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഈ മോണിറ്റൈസ് ആവാത്ത ചാനലിൽ യൂട്യൂബ് ആഡ്സ് ഇടുന്നില്ലേ? ഇടുന്നുണ്ട്. എന്നാൽ ഇതിന്റെ വരുമാനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്? അതില്ല, അത് നിങ്ങൾക്ക് കിട്ടത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ യൂട്യൂബിൽ പ്ലേ ഇരിക്കുന്നത്, പ്ലേ ഇൻ ദ സെൻസ് ഒരു മോശമായിട്ടുള്ള ഒരു കാര്യം ഒന്നും പറയുന്നില്ല, അതൊരു ബിസിനസ് മോഡൽ മാത്രമാണ്. അതായത് നിങ്ങളുടെ ചാനൽസിൽ, നിങ്ങളിപ്പം മോണിറ്റൈസ് ആവാത്ത ചാനൽസ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങളുടെ ചാനൽസിൽ ആഡ്സ് പ്ലേ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ആഡ്സിന്റെ റവന്യൂ ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഈ പറയുന്ന റവന്യൂ എല്ലാം യൂട്യൂബ് 100% ആയിട്ട് അങ്ങ് എടുക്കും. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ യൂട്യൂബിൽ ഇപ്പം എനിക്കൊരു കമ്പനിയുണ്ട്. ഞാൻ യൂട്യൂബിന്റെ ആൾക്കാരുടെ അടുത്ത് പോയി പറയണം, ഓക്കെ എൻ്റെ കമ്പനിയുടെ ആഡ് നിങ്ങൾ ഇന്ന വീഡിയോസ് വരുമ്പോഴേക്കും ഇന്ന ഇന്റർവ്യൂസിൽ പ്ലേ ചെയ്യുക, അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു 1 ലക്ഷം രൂപ തരാമെന്ന് വിചാരിക്കും. അപ്പോൾ ആ ഒരു 1 ലക്ഷം രൂപയിൽ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോരോ വീഡിയോസിൽ ഈ പറയുന്ന ആഡ്സ് പ്ലേ ചെയ്യാൻ തുടങ്ങും. ആൻഡ് വൺസ് ഇത് പ്ലേ ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആണെങ്കിൽ ഇതിന്റെ ഒരു 40% നിങ്ങൾക്ക് കിട്ടും, 60% യൂട്യൂബ് എടുക്കും. ആൻഡ് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് അല്ലെങ്കിൽ ഇതിന്റെ 100% യൂട്യൂബ് പോകും. അപ്പോൾ ടെക്നിക്കലി യൂട്യൂബിന്റെ ലാഭം എന്ന് പറയുന്നത് ആരുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തിരിക്കാൻ. ബട്ട് ഡെഫിനറ്റ്ലി ഓഫ് കോഴ്സ് ഒരിക്കലും യൂട്യൂബ് അത് ചെയ്യത്തില്ല. യൂട്യൂബിന് കുറച്ച് എത്തിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ യൂട്യൂബ് നിങ്ങൾക്ക് ക്യാഷ് തരുന്നുണ്ട്. എന്നാൽ ക്യാഷ് കൊടുക്കാത്ത ചാനൽസും ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ജസ്റ്റ് അത് മീറ്റ് ആയിട്ടില്ല. മീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്യാഷ് കിട്ടുന്നതാണ്. അപ്പോൾ യൂട്യൂബിനകത്ത് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ മാച്ച് ആവാത്ത അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ എത്താത്ത ചാനൽസിൽ പ്ലേ ചെയ്യുന്നത് വഴി യൂട്യൂബിന് ആഡ് റവന്യൂ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു യൂട്യൂബിന്റെ ഒരു എന്താ പറയുക, ഈ പറയുന്ന പ്രോഫിറ്റ് ലോസ് ഒക്കെ ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മാർജിൻ ആയിട്ട് യൂട്യൂബ് യൂസ് ചെയ്യുന്ന ഒരു ത്രഷോൾഡ് പോലത്തെ ഒരു സംഭവമാണ് ഈ പറയുന്ന സംഭവം. ആൻഡ് അതൊരിക്കലും തെറ്റുള്ള കാര്യമല്ല. അത് എല്ലാ ബിസിനസ് മോഡൽസ് ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഈ പറഞ്ഞ മാതിരി എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും യൂട്യൂബ് ക്യാഷ് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായും യൂട്യൂബ് കെട്ടിപ്പൂട്ടേണ്ടി വരും. സോ ചില കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ആദ്യം ക്യാഷ് കൊടുക്കും, പിന്നെ ബാക്കി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കൂടുതൽ വരുന്നതനുസരിച്ച് നമ്മുടെ കണ്ടന്റ്സ് വളരുന്നതനുസരിച്ച് നമുക്കും ക്യാഷ് കിട്ടും. ഒരു പീരീഡ് ഓഫ് ടൈമിലേ നമുക്ക് ക്യാഷ് കിട്ടാതുള്ളൂ. ആ ഒരു സമയപരിധി കഴിഞ്ഞ് നമ്മൾ ക്ഷമയോടെ വീഡിയോസ് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ
ആ ഒരു ഗ്രോത്ത് പാറ്റേൺ മനസ്സിലാക്കി നമ്മൾ ആ യൂട്യൂബിൻ്റെ ആ ഒരു പാറ്റേണോട്ട് നിന്നങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാണ്ട് പെട്ടെന്ന് എടുത്ത് ചാടി ഓക്കെ 1-2 മാസമായി ഇപ്പോൾ ചാനൽ തുടങ്ങി ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഞാൻ ക്വാളിറ്റി ആയിട്ട് കണ്ടന്റ് ഇടുന്നുണ്ട്, ഞാൻ ദിവസം 3-4 വീഡിയോസ് ഇടുന്നുണ്ട്, പക്ഷേ എനിക്ക് ക്യാഷ് മാത്രം കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടുന്നൊക്കെ നിർത്തുകയാണെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. നിങ്ങൾ അതുവരെ ഇട്ട വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങൾ അതുവരെ ചിലവാക്കിയ ക്യാഷ്, നിങ്ങൾ അതുവരെ ഇൻവെസ്റ്റ് ചെയ്ത ടൈം ഇതെല്ലാം വേസ്റ്റ് ആവും. സോ പ്രധാനപ്പെട്ട കാര്യം പേഷ്യൻസ്, ക്ഷമ. നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ ഏറ്റവും ആവശ്യമുള്ള കാര്യം ക്ഷമ, കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. ആൻഡ് സെയിം ടൈം നിങ്ങൾക്ക് നല്ല ക്ഷമ വേണം. എത്ര തോൽവികൾ കണ്ടാലും വീഡിയോസ് കിട്ടുന്നില്ലെന്ന് കണ്ടാലും നിങ്ങൾ ഒരിക്കലും നിർത്തരുത്. കൺസിസ്റ്റന്റ് എഫേർട്ട്. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഇനി ഞാൻ പറഞ്ഞുതരാം, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടുള്ളവർക്കാണെങ്കിൽ മനസ്സിലാവും എങ്ങനെ വീഡിയോസ് ഇടണം, എന്തൊക്കെ ടോപ്പിക്സ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, എങ്ങനെയൊക്കെ വീഡിയോസ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം കേട്ടിട്ടുണ്ടാവും, പല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പറയാറുണ്ട്, നിങ്ങൾ വീഡിയോ ഇടുന്നു, വീഡിയോ ഇട്ട ശേഷം നിങ്ങൾക്ക് റീച്ച് കിട്ടുന്നില്ല, നിങ്ങളിപ്പോൾ എന്ത് ചെയ്യും, ഓടിപ്പോൾ വീഡിയോ ടൈറ്റിൽ ഒന്ന് മാറ്റി നോക്കും. ഓക്കെ, അല്ലെങ്കിൽ നമ്മളിട്ട ടാഗ്സ് എല്ലാം ഒന്ന് മാറ്റി നോക്കും. ടാഗ്സ് 1-2 മാറ്റുന്നതിൽ തെറ്റില്ല, പക്ഷേ ടൈറ്റിൽ ഒരിക്കലും മാറ്റാൻ നിങ്ങൾ നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിന് ഒരു അൽഗോരിതം ഉണ്ട്. ആൻഡ് ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് വളരെ ഇത് ഭയങ്കര സീക്രട്ട് ഇൻ ദ സെൻസ്, അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പലർക്കും ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ. പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും പറയുന്നത് കേട്ടിട്ടുണ്ട്, അൽഗോരിതം ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയാണ്. GPT-യിലൊക്കെ പോയി നോക്കിയാൽ ഇങ്ങനെ പല ഇതും പറയും. പക്ഷേ ഇതൊന്നും സത്യമല്ല. കാരണം യൂട്യൂബ് അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കൃത്യമായിട്ട് യൂട്യൂബ് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കോടീശ്വരന്മാരാവും, അതിൽ യാതൊരു സംശയമില്ല. ആൻഡ് ഡെഫിനറ്റ്ലി യൂട്യൂബ് ഒരിക്കലും അതിന് സമ്മതിക്കത്തില്ല. സോ അങ്ങനെ സംബന്ധിച്ചാൽ യൂട്യൂബിന് ഒരു നിലനിൽപ്പില്ല. സോ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിന്റെ അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. അതാണ് പച്ചയായ സത്യം. പലരും യൂട്യൂബിന്റെ അൽഗോരിതം ഇങ്ങനെ വർക്ക് ചെയ്യുന്നു, അങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് അവരുടെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് മാത്രമാണ്. എന്നാൽ യൂട്യൂബിന്റെ അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഞാനും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കി 1-2 കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ യൂട്യൂബിന്റെ അൽഗോരിതത്തിൽ ഏറ്റവും ഹാർഡ് പോയിന്റ് അല്ലെങ്കിൽ ഏറ്റവും ഒരു ഹൈ റിസ്ക് അല്ലെങ്കിൽ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സംഭവമാണ്, നമ്മൾ വൺസ് വീഡിയോ ഇട്ട ശേഷം വ്യൂസ് കിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങളെ വീഡിയോയുടെ പേരും കാര്യങ്ങളൊക്കെ മാറ്റാൻ പഠിക്കുക. ആ ഒരു ചെയ്യുന്ന ഒരു സംഭവം യൂട്യൂബിന്റെ അൽഗോരിതത്തിന് വളരെ മോശമായിട്ട് അല്ലെങ്കിൽ വളരെ ഒരു മോശമായിട്ടുള്ള രീതിയിൽ തന്നെ അത് അഫക്ട് ചെയ്യുന്നു. നമ്മുടെ വ്യൂസ്, നമ്മുടെ വീഡിയോ അത് മോശമായിട്ട് അഫക്ട് ചെയ്യുന്നു. ഇൻ ദ സെൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു ഈ ഒരു വീഡിയോയുടെ ടൈറ്റിൽ മാറ്റുമ്പോഴേക്കും യൂട്യൂബിന്റെ അൽഗോരിതം അത് വേറൊരു രീതിയിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്. ആൻഡ് ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോസിന് റീച്ച് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയായിരിക്കും. നമുക്ക് അപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന റീച്ച് അല്ലെങ്കിൽ നമുക്ക് ഈ യൂട്യൂബിനകത്ത് വീഡിയോ ഇട്ട ഉടനെ തന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ ആൾക്കാർ നോക്കാറുണ്ട്, ഓക്കെ വ്യൂസ് ആയോ, പക്ഷേ വ്യൂസ് ആവുന്നില്ല. അല്ലെങ്കിൽ ഒരു ഇത്രയും സമയത്തിന് ശേഷം നമ്മൾ നോക്കുന്ന വ്യൂസ് ആവുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിലാണ് പലരും ഇത് മാറ്റുന്നത്. പക്ഷേ യൂട്യൂബിനകത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് ഉടനെ തന്നെ അത് ആൾക്കാരുടെ അടുത്ത് ഒരിക്കലും എത്തിക്കത്തില്ല. യൂട്യൂബിനകത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുന്നത്, അത് യൂട്യൂബ് കുറേ അൽഗോരിതം വഴി അത് റൺ ചെയ്ത ശേഷം ആരുടെ അടുത്തേക്ക് എത്തിക്കണം എന്ന് വ്യക്തമായിട്ടൊരു പ്ലാനൊക്കെ ആ അൽഗോരിതം ഡിസൈഡ് ചെയ്തിട്ട് ഏതൊക്കെ യൂസേഴ്സ് അല്ലെങ്കിൽ ആരാണ് അതിൻ്റെ ആവശ്യക്കാരെന്ന് മനസ്സിലാക്കിയ ശേഷം അവരുടെ ഫീഡിലോട്ട് അത് എത്തിക്കുന്നു. അതിനുശേഷം അവരത് ക്ലിക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കണ്ടു, ഇല്ലെങ്കിൽ കണ്ടില്ല. ഇങ്ങനെയാണ് ആക്ച്വലി ആ ഒരു അൽഗോരിതത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആ വീഡിയോ ഇടുന്നു, അൽഗോരിതം ഇതിനെ എല്ലാ സ്ഥലത്തും എത്തിക്കാൻ വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു. നമ്മൾ വീഡിയോയുടെ ടൈറ്റിൽ അങ്ങ് മാറ്റുന്നു. ടൈറ്റിൽ മാറ്റുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് നീഡ്സ് ടു റൺ എ ഫ്രഷ് അൽഗോരിതം. ഒരു പുതിയതായിട്ട് ഒരു അൽഗോരിതം വേറൊരു രീതിയിലാണ് റൺ ചെയ്യുന്നത്. ഈ അൽഗോരിതം റൺ ചെയ്ത ശേഷം കുറേ നേരം ഇങ്ങനെ കറങ്ങി ഓക്കെ ആദ്യത്തെ ഇതിന്, അതായത് നമ്മൾ വീഡിയോയുടെ ടൈറ്റിൽ മാറ്റിയാലും വീഡിയോയുടെ ഐഡിയ എന്താണ് അത് യൂട്യൂബിന് നമ്മൾ ആദ്യമായിട്ട് ആ ഒരു ടൈറ്റിൽ നിന്നായിരിക്കും മനസ്സിലായത്. സോ യൂട്യൂബിന്റെ അൽഗോരിതം കൺഫ്യൂസ്ഡ് ആവും. അതിനുശേഷം ആ വീഡിയോയുടെ റീച്ച് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല, പക്ഷേ ആ വീഡിയോയുടെ റീച്ച് വളരെ ഡ്രമാറ്റിക് ആയിട്ട് അത് കുറയാൻ തുടങ്ങും. സോ ഇതാണ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ആൻഡ് അതുപോലെ തന്നെ ടാക്സ് നിങ്ങൾ 1-2 ഒക്കെ മാറ്റിക്കും. പക്ഷേ ടാക്സിന്റെ വോളിയം കാരണം ഇപ്പോൾ ഒരു 50 ടാഗ് നിങ്ങൾ ഇടുകയാണ്, പക്ഷെ അതിനകത്ത് 25 മാറ്റിയിട്ട് വീഡിയോ എന്താണ് നമ്മൾ ഇനിഷ്യലി ഇൻറ്റൻറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഏത് യൂസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനിഷ്യലി ഇൻറ്റൻറ്റ് ചെയ്ത ആ ടാക്സ് ഇട്ടത്, അതൊക്കെ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻ്റ് ഒരു പുതിയൊരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ പുതിയൊരു ലെയർ നമ്മളവിടെ ഇടുകയാണെങ്കിൽ തീർച്ചയായും അൽഗോരിതം അതിനെ എടുത്ത് ടോട്ടൽ കളയും, അതിൽ യാതൊരു സംശയമില്ല. സോ നമ്മൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത ശേഷം മാത്രം ഈ പറയുന്ന ടൈറ്റിൽ ആയിക്കോട്ടെ, നമ്മുടെ ടാഗ്സ് ആയിക്കോട്ടെ, അതെല്ലാം കൃത്യമായ പ്ലാനിങ്ങോട് മാത്രം നിങ്ങൾ അതിനകത്ത് എടുത്തിടുക. അതിട്ട ശേഷം ഒരിക്കലും ഓവർ ചെയ്യാൻ നിൽക്കരുത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, യൂട്യൂബിനകത്ത് വീഡിയോ ഇടുന്ന സമയം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, വൈകുന്നേരം തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 5 മണിക്കും ശനി മുതൽ ഞായർ വരെ ഉച്ചയ്ക്ക് 2 മണിക്കും അങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയാൽ പോലും പറയാത്ത കണ്ടീഷൻസും കാര്യങ്ങളാണ് വരുന്നത്. ഉച്ചയ്ക്ക് ആ ഗുളിക, വൈകുന്നേരം ആ ഗുളിക, രാത്രി ആ ഗുളിക, ആഹാരത്തിന് മുന്നേ, ആഹാരത്തിന് ശേഷം. ഇതുപോലൊക്കെയാണ് പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും
പല GPT ചാനൽസും ഒക്കെ പറയുന്നത് ഈ സമയത്ത് എടുക്കുക, ആ സമയത്ത് എടുക്കുക, ഈ സമയത്ത് എടുക്കുക. ഇതൊന്നും അല്ല സത്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ യൂട്യൂബിനകത്തൊരു വീഡിയോ ഇടുന്നെന്ന് വിചാരിച്ചു. ഞാൻ വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകാണെന്ന് ചോദിച്ചാൽ, സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ ഇങ്ങനെ അടുക്കി അവിടെ വെച്ചിരിക്കും. എന്നാൽ ചില സാധനങ്ങൾ കാണുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ഇതൊക്കെ ആരെങ്കിലും വാങ്ങുമോ? എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ചില സാധനങ്ങളൊക്കെ കാണുമ്പോഴേക്കും ഇതെന്താ ഈ വേസ്റ്റ് സാധനം ഇവിടെ വെച്ചിരിക്കാം, ഇതൊക്കെ ആരെങ്കിലും വാങ്ങുമോ നമുക്ക് തോന്നുന്നു. എനിക്ക് പല സമയത്തും തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് വാങ്ങാൻ ഇവിടെ ആൾക്കാരുണ്ട്. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ 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 വലുതാണ്. ഓക്കെ, അത് ആദ്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പം നമ്മുടെ വീഡിയോസ് കാണാൻ ആൾക്കാരുണ്ട്, നമ്മൾ ഇടുന്ന ടോപ്പിക്സ് സെർച്ച് ചെയ്യാൻ ഇവിടെ ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ പോയി പൈസ കൊടുത്ത് ക്യാഷ് വാങ്ങുന്നതിനേക്കാൾ എളുപ്പമാണ് യൂട്യൂബിൽ ഒന്ന് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇടുന്ന ടോപ്പിക് എന്തായിക്കോട്ടെ അത് കാണാൻ എന്തായാലും നമ്മളൊരു മനുഷ്യനാണോ? അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടോപ്പിക്ക് കാണാൻ ഇവിടെ ആളുണ്ട്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളെടുത്ത് ഈ വീഡിയോ എത്തിക്കുക എന്നുള്ളതാണ് യൂട്യൂബിന്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. അൽഗോരിതത്തിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഈ അൽഗോരിതം ഈ പർപ്പസിൽ വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഉറപ്പായിട്ടും ആൾക്കാരുടെ ഇടയിലെത്തും, നല്ല വ്യൂസും കാര്യങ്ങളും കിട്ടും. എന്നാൽ ഈ അൽഗോരിതം ഈ പറയുന്ന ഈ ഒരു ടാസ്കിൽ ഈ പറയുന്ന ആൾക്കാരുടെ എത്തിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ അത് നമുക്കൊരിക്കലും നമ്മുടെ ഈ പറയുന്ന വീഡിയോസ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എത്തത്തില്ല. എന്നാൽ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്നത് ടാഗ്സ്, ടൈറ്റിൽസ്, നമ്മുടെ തംബ്നെയിൽ ഇതൊക്കെ വഴി നമുക്ക് അൽഗോരിതത്തിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ആൻഡ് ഒരിക്കലും 100% ചാൻസിലും 100% രീതിയിലും അൺലെസ് നമ്മളൊരു അത്രയും വലിയൊരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ്സ് എപ്പോഴും ഈ അൽഗോരിതം പാസ് അല്ലെങ്കിൽ അൽഗോരിതം എപ്പോഴും നമ്മുടെ കണ്ടന്റ്സിനെ അതിന്റെ 100% പൊട്ടൻഷ്യലിൽ എത്തിക്കണമെന്നില്ല. എന്നാൽ നമ്മുടെ എല്ലാ കണ്ടന്റ്സിനെയും ഇങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരിക്കലില്ല. പക്ഷെ ചില കണ്ടന്റ്സിൽ ഇത് നടക്കാറുണ്ട്. അത് യൂട്യൂബ് അൽഗോരിതത്തിന്റെ ഡ്രോബാക്ക് ആണോ, അത് യൂട്യൂബ് മനഃപൂർവ്വം അത് ചെയ്തിരിക്കുന്നതാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരിക്കലും നമ്മുടെ യൂട്യൂബിന്റെ അൽഗോരിതം അത് നമ്മുടെ വീഡിയോസിനെ 100% ആയിട്ട് നമ്മുടെ വീഡിയോസിനെ എല്ലായിടത്തും എത്തിക്കണമെന്നൊന്നുമില്ല. ചില വീഡിയോസ് കുറച്ച് ആൾക്കാരുടെ അടുത്തെത്തും, ചില വീഡിയോസിന് നല്ല റീച്ച് കിട്ടും. അപ്പോൾ ഇറ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പം യൂട്യൂബിന്റെ അൽഗോരിതമാണ്. അത് നമുക്ക് വേറെ ഒന്നും നമുക്ക് അതിനകത്ത് ചെയ്യാനില്ല. സോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസിനും വ്യക്തമായിട്ടുള്ള ആവശ്യക്കാരുണ്ട്. എല്ലാ വീഡിയോസിനും വ്യക്തമായിട്ട് ഒരു എന്താ പറയുക, അതിനൊരു പർപ്പസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോഴേക്കും നമ്മൾ ഏത് സമയത്ത് ഇടുന്നു നിങ്ങൾ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വൈകുന്നേരം ഇടാൻ ആൾക്കാർ പറയാറുണ്ട്, രാവിലെ ഇടാൻ പറയാറുണ്ട്, അത് ഇടാൻ പറയാറുണ്ട്, ഇത് ഇടാൻ പറയാറുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ എപ്പോഴും ലാംഗ്വേജ് സ്പെസിഫിക് ആയിരിക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുന്ന വീഡിയോ, ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ മലയാളം. അപ്പോൾ മലയാളത്തിൽ ഞാൻ ഇടുന്ന വീഡിയോസ് കാണാൻ ആകെ സാധ്യതയുള്ളത് മലയാളികൾ മാത്രമാണ്. ചിലപ്പോൾ ബാക്കിയുള്ളവർ എന്താണെന്ന് മനസ്സിലാക്കാതെ ഏതോ ഒരുത്തം വന്നിരുന്ന് എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ വേറെ രാജ്യത്തിലുള്ളവർ. ബട്ട് 90% ഈ വീഡിയോസ് കാണാൻ ചാൻസ് ഉള്ളത് മലയാളികൾ മാത്രമാണ്. മലയാളികൾ ആക്റ്റീവ് ആയിരിക്കുന്ന സമയം എത്രയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. മലയാളികളുടെ ഒരു റൊട്ടീൻ അനുസരിച്ച്, ഇപ്പോഴത്തെ ഒരു റൊട്ടീൻ അനുസരിച്ച് രാവിലെ ഒരു 8 മണിക്ക് എണീക്കുമായിരിക്കും. ഒരു 8:30 9 മണിയൊക്കെ ആകുമ്പോഴേ ഓഫീസ്, സ്കൂള്, കോളേജിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവും. അത് കഴിഞ്ഞ് 9 മുതൽ 5 4 മണി വരെ ഓഫീസ്, സ്കൂള്, അങ്ങനെ പല സ്ഥലങ്ങളിൽ. അത് കഴിഞ്ഞ ശേഷം വീട്ടിൽ വന്നിരിക്കുന്നത് പിന്നെ 5-6 മണിക്ക് 5-6 മണി മുതൽ നമ്മൾ ഫോൺ എടുത്ത് കുത്താൻ തുടങ്ങും. എന്നാൽ ഇതിന്റെ ഇടയിൽ അത് കഴിഞ്ഞ ശേഷം 8 മണിയൊക്കെ ആകുമ്പോഴേക്കും വീണ്ടും നമ്മൾ ഫുഡ് കഴിക്കുന്നു. അത് കഴിഞ്ഞ് 8 മണി മുതൽ 12 മണി വരെ വീണ്ടും ഫോണ്, ഇൻസ്റ്റാഗ്രാം, TV, നെറ്റ്ഫ്ലിക്സ്, അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും പോയി കിടന്ന് ഉറങ്ങുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പലരും നമ്മുടെ ഈ പറയുന്ന ജോഗ്രഫിക്കൽ ഈ ഒരു സംഭവമൊക്കെ നോക്കിയിട്ട് പലരും പറയുന്നത് ഈ പറയുന്ന സമയമെല്ലാം വയ്ക്കുന്നത് മലയാളികളുടെ കയ്യിൽ ഫോൺ ഉണ്ട് എന്നവർ വിചാരിക്കുന്ന സമയമാണ്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പം ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾ ഏതൊക്കെ സമയത്താണ് ഫോൺ ആക്ച്വലി എടുക്കുന്നത്? നിങ്ങൾ ചെന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ അങ്ങനെയല്ല, അത് ആയിരിക്കും കുറച്ചുകൂടെ പാരയ്ക്കും. നിങ്ങൾ ഏതൊക്കെ സമയത്താണ് ആക്ച്വലി ഫോൺ കയ്യിലെടുക്കാത്തത്? അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ ഫോൺ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഫോൺ കയ്യിലെടുക്കുന്നതിനേക്കാളും ഫോൺ കയ്യിലെടുക്കാത്ത സമയമാണ് കുറവെന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ ടൈമും നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ട്. അപ്പം നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ചിലപ്പോൾ യൂട്യൂബിൽ കയറും, ചിലപ്പോൾ അവിടെ കയറി ഇവിടെ കയറും. അതായത് ഓൾമോസ്റ്റ് 24 hours നമ്മൾ ഉറങ്ങുന്ന സമയം പോയിട്ട്, എക്സെപ്റ്റ് നമ്മൾ ഉറങ്ങുന്ന സമയം പോയിട്ട് ബാക്കി എല്ലാ സമയത്തും നമ്മുടെ കയ്യിൽ ഫോണുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഏത് സമയത്ത് ഇടാം, നിങ്ങൾക്ക് വീഡിയോ ഏത് സമയത്തും ഇടാം. അതെ, നിങ്ങൾക്ക് വീഡിയോ ഏത് സമയത്തും ഇടാം. ബാക്കിയുള്ളവർ ഉറങ്ങുന്ന സമയത്ത്, മലയാളത്തിലാണ് നിങ്ങൾ വീഡിയോ ഇടുന്നതെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് മാത്രം വീഡിയോ ഇടരുത്. അത് നമ്മുടെ വീഡിയോക്ക് ചിലപ്പോൾ ഡ്രോബാക്ക് ആവും. അതായത് 12-1 മണിക്കൊന്നും വീഡിയോ, 1 മണിക്കൊന്നും ഇപ്പോൾ ആരും ഉറങ്ങാറില്ല, എന്നാലും ഞാൻ പറയാം 1 മണിക്കൊന്നും വീഡിയോ ഇടരുത്. അത് ഭയങ്കര ഒരു നെഗറ്റീവ് എഫക്റ്റ് തന്നെ കൊണ്ടുവരും. പക്ഷേ നിങ്ങൾക്ക് രാവിലെ ഒരു 10 മണിക്ക് ഇടാം, ഉച്ചയ്ക്ക് 2 മണിക്ക് ഇടാം. ഈ ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ഇവിടുത്തെ മലയാളികൾ ലാംഗ്വേജ് നോക്കിയിട്ട് മലയാളികൾ ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് വീഡിയോ ഇടാം. പിന്നെ ഗൾഫ് കൺട്രീസിലൊക്കെ ആ ഒരു ഏരിയ ടാർഗറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ഒക്കെ ആണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അവിടുത്തെ ഒരു ടൈമിലേക്ക് നോക്കിയിട്ട് ഇടാം. ഇനി നിങ്ങളുടെ വീഡിയോ ഇംഗ്ലീഷ് അല്ലെങ്കിൽ സ്പാനിഷ് അങ്ങനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജസിലാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏത് റീജിയനാണ്, നിങ്ങളിപ്പം US അങ്ങനത്തെ ഇതാണെന്ന് നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം ഒരു 6-7 തൊട്ട് നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തുടങ്ങാം. അല്ല, രാത്രി ഒരു 11 മണിയായിരിക്കും കുറച്ചുകൂടെ ആപ്റ്റ് എന്ന് പറയുന്നത്. കാരണം 7:30 എന്നൊക്കെ ഒന്ന് US വർക്കിംഗ് ടൈമാണ്. 7:30 മുതൽ എപ്പോഴാലും വലിയ പ്രശ്നമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ യൂറോപ്പ് അങ്ങനത്തെ ഇതാണെങ്കിൽ, യൂറോപ്പ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മളെക്കാളും 3 hours ബാക്കിലോട്ടാണ്.
അപ്പോൾ ആ ഒരു വിൻഡോ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇടാം. സോ നിങ്ങൾ ഏത് റീജിയനിലാണോ ഏത് റീജിയൻ അല്ലെങ്കിൽ ഏത് ലാംഗ്വേജിലാണോ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഏത് ആൾക്കാർ ഏത് തരത്തിലുള്ള ആൾക്കാർ ഏത് റീജിയനിലുള്ള ആൾക്കാരുടെ അടുത്താണോ നിങ്ങൾ വീഡിയോ എത്താൻ ഉദ്ദേശിക്കുന്നത് ആ റീജിയനിലെ ആൾക്കാർ എപ്പോൾ ഫോൺ കയ്യിലെടുക്കും എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ട് ആ ഒരു സമയത്ത് അവരുടെ എത്തുന്നതിന് മുന്നേ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവരുടെ കയ്യിൽ ഈ വീഡിയോ എത്തുന്ന രീതിയിൽ എപ്പോഴും വീഡിയോ പോസ്റ്റ് ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ. ആൻഡ് ഇതുപോലെ തന്നെ ഇപ്പം നമുക്ക് യൂട്യൂബിനകത്ത് വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഇവർ പറഞ്ഞിരുന്ന നമ്മളിപ്പോൾ യൂട്യൂബിൽ എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാമെന്ന് നോക്കിയാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിക്കോട്ടെ, ഇപ്പം ChatGPT ആയിക്കോട്ടെ, അവരെല്ലാവരും പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങളിപ്പോൾ ഒരു കണ്ടന്റ്, അതായത് നിങ്ങളിപ്പം ന്യൂസിനെ കുറിച്ച് ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ യൂസർ ആൻഡ് വാർ ഇന്റർനാഷണൽ ന്യൂസ് അങ്ങനെ ഇടുകയാണെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ഇടുക. എന്റർടൈൻമെന്റിനെ കുറിച്ച് ഇടുകയാണെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ഇടുക. TV റിവ്യൂ അങ്ങനെ ഇടുകയാണെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ഇടുക എന്നൊക്കെ പല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ ശുദ്ധ പൊട്ടത്തരമാണ്. പൊട്ടത്തരം ഇൻ ദ സെൻസ് നമ്മുടെ പെർസ്പെക്റ്റീവിൽ വലിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു 200, 2 ലക്ഷം, 3 ലക്ഷം, 10 ലക്ഷം അങ്ങനത്തെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഓക്കെ, ഇറ്റ്സ് കറക്റ്റ്, വലിയൊരു പ്രശ്നമില്ല. പക്ഷേ 1000, 2000 സബ്സ്ക്രൈബേഴ്സൊക്കെ വെച്ചിട്ട് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒരിക്കലും കണ്ടന്റ് ഇടാൻ നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെയുള്ള 2000 സബ്സ്ക്രൈബേഴ്സ്. ഈ 2000 സബ്സ്ക്രൈബേഴ്സ് ആരും തന്നെ അതിനകത്ത് ഈ വീഡിയോ കാണുന്നതിൽ ഒരു 99% നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ആക്ച്വലി കണ്ടന്റ് ഈ സമയത്ത് ഇടേണ്ട കാര്യമില്ല. അതിന് മാത്രം ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ അതിന് മാത്രം ഒരു സബ്സ്ക്രൈബർ പോപ്പുലേഷൻ നിങ്ങൾക്ക് ഉണ്ടായ ശേഷം മാത്രം നിങ്ങളൊരു ടോപ്പിക്ക് ഫോക്കസ് ചെയ്യുക. അതുവരെ എന്ത് ടോപ്പിക്കാണ് സൊസൈറ്റി ഫോക്കസ് ചെയ്യുന്നത്, എന്ത് ടോപ്പിക്കാണ് ഇന്റർനെറ്റ് ഫോക്കസ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ ഇടുക. സോ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൂടുതലും പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ കമന്റ്സ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജഷൻസ് എല്ലാം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. ആൻഡ് ഈ കമന്റ് ബോക്സ് വായിച്ചിട്ട് ഞാൻ അടുത്ത പാർട്ടിൽ ഞാൻ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും എങ്ങനെയാണ് അടുത്ത പാർട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ അത് ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. സൈനിങ് ഓഫ്, അജിത്ത്.